നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാവർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ. ഭരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത സർക്കാർ, സമരപ്പന്തൽ പൊളിച്ചത് അംഗീകരിക്കാനാവില്ല, സമരം അവകാശ പോരാട്ടമെന്നും സുധാകരൻ. മീറ്റർ ഇട്ടില്ലെങ്കിൽ ഓട്ടോ യാത്ര സൗജന്യം, പുതിയ തീരുമാനത്തെ എതിർത്ത് ഓട്ടോ ഡ്രൈവർമാർ. MVD സ്റ്റിക്കർ പതിക്കുന്നത് അംഗീകരിക്കില്ല, മാർച്ച് 1 മുതൽ പ്രാബല്യത്തിലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. റെയിൽ ജാഗ്രതാ ബോധവൽക്കരണവുമായി റെയിൽ മൈത്രി. ബോധവൽക്കരണം പ്ലാറ്റ്ഫോമുകളിൽ അപകടം തുടർക്കഥയാവുന്നതിനാൽ ഇനി ജനങ്ങൾ ഉണരണം. ക്ലാസ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസിന്റെ ആഭിമുഖ്യത്തിൽ. വാർത്തകൾ വിശദമായി. ആശാവർക്കർമാരുടെ സമരത്തോടുള്ള ഇടതുപക്ഷ സർക്കാർ സമീപനം തിരുത്താൻ തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം UDF നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്നും കെ സുധാകരൻ MP. ആശാവർക്കർമാർക്ക് നീതി നൽകൂ സർക്കാർ എന്ന മുദ്രാവാക്യമുയർത്തി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കലക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാർ ന്യായമായി ബുദ്ധിപൂർവമായ തീരുമാനമെടുത്ത് നമ്മുടെ തൊഴിലാളി വർഗത്തിന് ആശാ സമൂഹത്തിന് അവർക്ക് ആവശ്യമായ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇല്ല, ഈ സമരം ഈ നേട്ടം കൈവരിക്കുന്നത് വരെ ഈ കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചു. ആശാവർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ MP. കേരളത്തിലേത് മനുഷ്യത്വമില്ലാത്ത സർക്കാരാണ്, അതിന് തെളിവാണ് അർദ്ധരാത്രിയിൽ സമരത്തിന്റെ പന്തൽ പോലും പൊളിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ആശാവർക്കർമാരുടെ സമരപ്പന്തൽ പൊളിച്ചത് തൊഴിലാളി സർക്കാരിന് ഭൂഷണമാണോ എന്ന് സുധാകരൻ ചോദിച്ചു. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാർ കാലുമാറ്റത്തിലൂടെ പാർട്ടിയിലെത്തിയ വ്യക്തിയെ ലഹി ഉന്നത സ്ഥാനത്തിലെത്തി ലക്ഷങ്ങൾ ശമ്പളമായി നൽകി പ്രീണിപ്പിക്കുകയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. മനോജ് കൂവേരി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, പ്രൊഫസർ AD മുസ്തഫ, V സുരേന്ദ്രൻ മാസ്റ്റർ, ശ്രീജ മഠത്തിൽ, വിജിൽ മോഹനൻ, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം എന്നിവർ സംസാരിച്ചു. K പ്രമോദ്, രാജീവൻ എളയാവൂർ, KP സാജു, MK മോഹനൻ, അമൃത രാമകൃഷ്ണൻ, MP ഉണ്ണികൃഷ്ണൻ, സുദീപ് ജെയിംസ്, T ജയകൃഷ്ണൻ, MP ശ്രീധരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സമസ്ത ലീഗ് തർക്കം. കോഴിക്കോട് നടന്ന ചർച്ച ഫലപ്രദമെന്ന് അബ്ദുറഹ്മാൻ കല്ലായി. സമയക്കുറവ് മൂലം പൂർത്തീകരിക്കാനായില്ലെന്നും പ്രശ്നം ലീഗ് തന്നെ തീർക്കുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അബ്ദുറഹ്മാൻ കല്ലായി പ്രതികരിച്ചു. കാലഘട്ടത്തിന്റെ വികാസമായി അവസാനം ഈ സംസ്ഥകൾ യോജിക്കണം എന്നാഗ്രഹിച്ചിരുന്നുവെന്ന് കാന്തപുരം വ്യക്തിയൊപ്പം അടുത്ത അധ്യാപനത്തിന്റെ ആത്മകഥ എന്ന പ്രസംഗത്തിൽ വിശദീകരിച്ചിരുന്നു. ഷംസുലുള്ള ഐക്യദാരിയായിരുന്നു. പാണക്കാട് ശ്രീ മുഹമ്മദ് ഷിയാബ് ഐക്യദാരിയായിരുന്നു. ശ്രീ ഹൈദരലി ഷിയാബിനോടും ഐക്യമാക്കിയിരുന്നു. ഇപ്പോൾ കാന്തപുരം വ്യക്തിയൊപ്പം ഐക്യം വേണം എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉടനീളം പരാമർശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പ്, 2000 മുമ്പ് സംസ്ഥയുടെ തന്നെ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന നേതാവായിരുന്ന കാന്തപുരം ജീവിത കാലഘട്ടത്തിൽ തന്നെ തുണിയുടെ യോജിപ്പ് വേണം എന്നാണ് വ്യക്തിപരമായി. രാജ്യസേവനം പൂർത്തീകരിച്ച് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ധീര യോദ്ധാക്കളെ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ ആദരവ്. സ്ഥാപക പ്രസിഡന്റ് രാമചന്ദ്രൻ ബാവിലേരി, ബാലൻ നമ്പ്യാർ, ജയരാജൻ, രാധാകൃഷ്ണൻ മാണിക്കോത്ത്, K മോഹനൻ, PP വത്സല, K സതി ടീച്ചർ,
ബേബി സുരേന്ദ്രൻ തുടങ്ങിയവർ ചേർന്നാണ് സുബേദാർ മനീഷ് ശൗര്യചക്ര, സുബേദാർ സതീഷ് നമ്പ്യാർ, സുബേദാർ ഷാജി നായക്, സുബേദാർ പ്രശാന്ത് എന്നിവരെ റെയിൽവേ സ്റ്റേഷനിലെത്തി സ്വീകരിച്ചത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാവർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ. ഭരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത സർക്കാർ, സമരപ്പന്തൽ പൊളിച്ചത് അംഗീകരിക്കാനാവില്ല, സമരം അവകാശ പോരാട്ടമെന്നും സുധാകരൻ. മീറ്റർ ഇട്ടില്ലെങ്കിൽ ഓട്ടോ യാത്ര സൗജന്യം, പുതിയ തീരുമാനത്തെ എതിർത്ത് ഓട്ടോ ഡ്രൈവർമാർ. MVD സ്റ്റിക്കർ പതിക്കുന്നത് അംഗീകരിക്കില്ല, മാർച്ച് 1 മുതൽ പ്രാബല്യത്തിലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. റെയിൽ ജാഗ്രതാ ബോധവൽക്കരണവുമായി റെയിൽ മൈത്രി. ബോധവൽക്കരണം പ്ലാറ്റ്ഫോമുകളിൽ അപകടം തുടർക്കഥയാവുന്നതിനാൽ ഇനി ജനങ്ങൾ ഉണരണം. ക്ലാസ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസിന്റെ ആഭിമുഖ്യത്തിൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കണ്ണൂർ RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ ടാക്സി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഫെബ്രുവരി 1-ാം തീയതി മുതൽ മീറ്റർ വെച്ച് ഓടുന്നില്ലെങ്കിൽ യാത്ര സൗജന്യമാണ് എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ വണ്ടിയിൽ സ്ഥാപിക്കണമെന്ന് ഉത്തരവിട്ടത്. ആ ഉത്തരവ് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുമോ? ഞങ്ങൾ ഒരു കാര്യം അർത്ഥശങ്കക്കടിയില്ലാതെ വ്യക്തമാക്കുന്നു. അങ്ങനൊരു സ്റ്റിക്കർ പതിച്ചിട്ട് കേരളത്തിൽ ഓട്ടോ സർവീസ് നടത്തുന്നതല്ല. ഒരൊറ്റ ഓട്ടോറിക്ഷയും റോഡിലിറക്കി സർവീസ് നടത്തില്ല. ഇന്ന് CITU മാത്രമാണ് പ്രക്ഷോഭം. മറ്റ് സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെ നടത്താൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുകയാണ്. K ബഷീർ അധ്യക്ഷത വഹിച്ചു. AV പ്രകാശൻ, A സുരേന്ദ്രൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അടൽജി സേവാ കേന്ദ്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അടൽജി ജന്മശതാബ്ദി ആഘോഷം മാർച്ച് 5 വൈകിട്ട് 4 മണിക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. 2025 മാർച്ച് 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവർകളാണ് ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. മേജർ രവി നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട തെയ്യം കോലധാരികളെ ആദരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്.
ഈ ട്രസ്റ്റ് അന്നത്തെ നമ്മുടെ പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ ബാലറാം ഉത്തര കേരള RSSന്റെ ഉത്തര കേരള പ്രാന്ത പ്രചാരക് അദ്ദേഹം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത്, BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വിനോദ് കുമാർ, BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ അൻകരിദാസ്, BJP ദേശീയ സമിതി അംഗം ശ്രീ C രഘുനാഥ് എന്നിവർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ പ്രമുഖ തെയ്യം കോലധാരികളെ മേജർ രവി ആദരിക്കും. അഡ്വക്കേറ്റ് കെ ബാലറാം, കെ രഞ്ജിത്ത്, കെ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അടൽജി സേവാ കേന്ദ്രം ചെയർമാൻ UT ജയന്തൻ, വൈസ് ചെയർമാൻ TC മനോജ്, ഡയറക്ടർ വിജയൻ വട്ടിപ്രം, M അനീഷ് കുമാർ, അരുൺ കൈതപ്രം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ ആരോഗ്യ വിഭാഗം, കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ ACP TK രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാരെങ്കിലും അപകടത്തിൽപ്പെട്ടാണ് റെയിൽവേയുടെ കാര്യം പറഞ്ഞത്. റീസെൻ്റായിട്ട് 4-5 പേരിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. ഒരാളുടെ പേര് പോലും എനിക്ക് ഓർമ്മിക്കില്ല. റെയിൽവേയുടെ പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ചിലരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുടെ പേരും എനിക്ക് ഓർമ്മിക്കില്ല. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെത്ര ഒരു ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. എന്നാൽ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലോ ഒരാളെ കുത്തിക്കൊന്നാൽ അതിന് രക്തസാക്ഷിത്വമായി ഉന്നതമായി യാത്രയായി വിലാപയാത്രയായി സർക്കാരായി ഒക്കെയായി. പക്ഷേ ഒന്നും അറിയാതെ വൈകുന്നേരം വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകാൻ ജോലിയുമായിട്ട് പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ സ്റ്റേഷൻ മാനേജർ S സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസ് ഓഫീസർ P ജോയ്, സബ് ഇൻസ്പെക്ടർ ഓഫ് RPF T വിനോദ്, SI ഓഫ് പോലീസ് റെയിൽവേ പോലീസ് വിജേഷ് P, സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ T അജയൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ K കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമർത്ഥമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും വണ്ടി വിടുന്ന സമയത്ത് ഓടിക്കയറി വീഴ്ച സംഭവിച്ച് വളരെ ദാരുണമായി മരണപ്പെടുകയും ചെയ്യുക എന്നത് നമുക്കെല്ലാവർക്കും സഹിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തടയാം, ഇതിനെങ്ങനെ നമുക്ക് ഒരു പര്യവസാനം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പുറത്തു കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടെയാണ് നമ്മുടെ ഇവിടുത്തെ വിജയൻ സാർ പോസ്റ്റ് വാർഡൻ ഷൈമ K നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കഴിഞ്ഞ ഫെബ്രുവരി 8, 9 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അഹമ്മദ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഹമ്മദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അക്കാദമികവും ദൈഷ്ണികവുമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ഓഫീസായ കണ്ണൂർ ബാഖഫി തങ്ങൾ മന്ദിരത്തിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അഹമ്മദ് ഫൗണ്ടേഷനായി കണ്ണൂർ നഗരത്തിൽ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ്, ചാർട്ടേഡ് അക്കൗണ്ട് മത്സര പരീക്ഷ പരിശീലനം തുടങ്ങും. ആദ്യഘട്ടത്തിൽ 100 പേർക്കാണ് പരിശീലനം നൽകുക. ഇതിനായുള്ള ധാരണാപത്രം കണ്ണൂരിലെ അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് ഒപ്പുവെച്ചിട്ടുണ്ട്. എഴുത്തു പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകും. അഹമ്മദിന്റെ ഭാഗമായ അക്കാദമിക് ലൈബ്രറിയും പുസ്തക പ്രസാധനത്തിലുള്ള പബ്ലിക്കേഷൻ തുടങ്ങുവാനും പദ്ധതിയുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ഇപ്പോൾ വളരെയേറെ ജോലി സാധ്യതയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CMA ഇന്ത്യ, CMA USA, അതുപോലെ ACCA. ഈ കോഴ്സുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്, വളരെയേറെ ജോലി സാധ്യതയുണ്ട്. ഇവിടെ കുട്ടികൾ ഭീമമായിട്ടുള്ള ഫീസ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും ആ കോഴ്സുകൾക്ക് ചേരാതിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വലിയ ജോലി സാധ്യതയുള്ള കോഴ്സുകളാണിത്. അതുകൊണ്ട് അത്തരമൊരു കോഴ്സ് കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന സ്ഥാപനവുമായി സഹകരിച്ച്
അഹമ്മദ് ഫൗണ്ടേഷൻ നടത്തുന്നതിനും അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനും ഞങ്ങൾ അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും. വാർത്താ സമ്മേളനത്തിൽ KT സഹദുള്ള, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി 2025 എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ വലിയ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണെന്ന് പട്ടികജാതി വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2023-24 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മഹാത്മാ പുരസ്കാരം ലഭിച്ച അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന് പൗരാവലി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആനയിച്ച് ഓടത്തിൽ പീടിക കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വലിയ ഒരു ദാരിദ്ര്യം തന്നെ നമ്മുടെ രാജ്യത്ത് തുടച്ചു നീക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. പ്രത്യേകിച്ച് ഇത് കേരളത്തിൽ നമ്മൾ ഓരോ വീട്ടിൻ്റെ കാര്യങ്ങളും എല്ലാ രീതിയിലും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ UP ഒരു വീട്ടിലുള്ള ചിലവാണോ കേരളത്തിലൊരു വീട്ടിൽ ചിലവ്? അല്ല. ഓരോരോ ജില്ലയിലും നമ്മുടെ വീട്ടു ചെലവുകൾ കൂടുതൽ നമ്മൾ കേരളക്കാർക്ക് എന്താ പറയുക, നമ്മൾ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് കേരളക്കാർ. ഉപഭോഗ സംസ്കാരം അറിയാലോ, എന്ത് കണ്ടാലും വാങ്ങുന്ന ആൾക്കാരാണ് ഈ കേരളക്കാർ. 10 റുപ്യൻ്റെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് 100 റുപ്യക്ക് മുടക്കിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അറിഞ്ഞില്ലേ? പഞ്ചായത്തിൽ കുമ്മായം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കുമ്മായത്തെ എത്ര പൈസ? 80 റുപ്യ 85 റുപ്യ. അത് മേടിക്കാനായിട്ട് 150 റുപ്യ മുടക്കിയിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ശരി, നക്കറില്ല. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. എന്ത് കണ്ടാലും നമ്മൾ മേടിക്കും. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ P. ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ M. രമേശൻ, മോഹനൻ മാസ്റ്റർ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ TV സീത ടീച്ചർ, K. ബാബുരാജ്, KK ജയരാജൻ മാസ്റ്റർ, മാമ്പറത്ത് രാജൻ, CP അനസ് മാസ്റ്റർ, TP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷ്മി ബസ് റിട്ടയർഡ് ജീവനക്കാരുടെ കൂട്ടായ്മയായ ലക്ഷ്മി സൗഹൃദം സംഘടിപ്പിക്കുന്ന ജീവനക്കാരുടെ സ്നേഹസംഗമവും ആദരവും ബസ് സർവീസ് 55 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ വാർഷികവും മേച്ചൂർ VR പാർട്ടി ഹാളിൽ നടന്നു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവൻ കൊടുത്തു സൈദ്ധാന്തികം കൊടുക്കുന്ന വീട്ടിൽ പണ്ട് രാമരാമൻ ജനിച്ചിട്ട് ആ സത്യാധികം കൊടുക്കുന്നത് ഒരു ജീവിതത്തിന്റെ ഏറ്റവും മുക്തിനിർഭരമായ ചടങ്ങുണ്ടാകും. ആരും പണിക്ക് കഴിഞ്ഞില്ല. ആ ദീപകൊളുത്തുന്ന സമയത്താണ് നല്ല സീരിയൽ വരുന്നത്. പിന്നെ ദീപകൊളുത്തുന്നത് മാറ്റി വെച്ച് സീരിയൽ കാണാൻ തന്നെയാണ് അല്ലേ ശ്രദ്ധി. അതാണ് നമ്മുടെ താല്പര്യമാണ്. അപ്പോ അതുകൊണ്ട് ജീവിതശൈലികൾ മാറി. ജീവിതശൈലികൾ മാറിയപ്പോൾ വ്യക്തിബന്ധങ്ങളും കുടുംബബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും അത് പരിഭാഷ അത് പിന്നീകരിക്കാൻ പ്രോത്സാഹിക്കാൻ. കൂട്ടായ്മ പ്രസിഡന്റ് KP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C. മധു സ്വാഗതം പറഞ്ഞു. ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജകുമാർ കരുവാരത്ത് വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ ലക്ഷ്മി ബസ് ഉടമ V. വാസുദേവനെയും ലക്ഷ്മി ബസ് റിട്ടയർഡ് ജീവനക്കാരിൽ സീനിയറായ MC പത്മനാഭനെയും പൊന്നാടി അണിയിച്ച് മന്ത്രി ആദരിച്ചു. രാജകുമാർ കരുവാരത്ത് ഉപഹാര സമർപ്പണവും മുഖ്യപ്രഭാഷണവും നടത്തി. ശ്രീനാഥ് മട്ടന്നൂർ, നന്ദാത്മജൻ കൊതേരി, PV വാസുദേവൻ, MC പത്മനാഭൻ, പ്രമോദ് വാരം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓട്ടത്തിന് ഓർമ്മയിൽ ജീവനക്കാരുടെ ഓർമ്മകൾ പങ്കുവെക്കലും കലാപരിപാടികളും നടന്നു. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്കുമായുള്ള ഹൃദയ മെഡിക്കൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീപുരം സ്കൂളിന് സമീപം അഴീക്കോട് MLA KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു.
പള്ളിക്കുന്ന് ശ്രീപുരം കോംപ്ലക്സിൽ ആരംഭിച്ച ഹൃദയ മെഡിക്കൽസിൽ എല്ലാത്തരം ഇംഗ്ലീഷ് മരുന്നുകളും വെറ്റിനറി മരുന്നുകൾ, സർജിക്കൽ, കോസ്മെറ്റിക് ആൻഡ് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് 2, 3, 4 തീയതികളിൽ സൗജന്യ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ പരിശോധനയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഓൺലൈനായി മരുന്നുകൾ വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 12% മുതൽ ഡിസ്കൗണ്ടും ഇവിടെ ലഭിക്കും. ഹൃദയ മെഡിക്കൽസിന്റെ ഉദ്ഘാടനത്തിൽ ആദ്യ വിൽപ്പന ശ്രീപുരം പാസ്റ്ററൽ സെൻട്രൽ ഡയറക്ടർ ജോയി കട്ടിയാങ്കൽ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഏറ്റുവാങ്ങി. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെയും അഴീക്കോട് കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിൽ തീരസംഗമത്തിന് നീർക്കടവിൽ തുടക്കമായി. അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. അജീഷ് തീരസംഗമം ഉദ്ഘാടനം ചെയ്തു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്ന തീരസംഗമത്തിൽ അഴീക്കോട് CDSലെ 125 തീരദേശ അയൽക്കൂട്ടങ്ങളിൽ നിന്നായി 200 പേർ പങ്കെടുക്കും. അഴീക്കോട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. മിനി, വാർഡ് മെമ്പർ PA ജലജ, CDS ചെയർപേഴ്സൺ CP പ്രീത, വൈസ് പ്രസിഡന്റ് A. റീന, ശ്രീലത, K. സനില എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ M. വിജയൻ തീരദേശ അയൽക്കൂട്ടങ്ങളുടെ ഉന്നമനത്തിനായി പുതിയ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ക്ലാസ് കൈകാര്യം ചെയ്തു. തുടർന്ന് FNHW ജില്ലാ RP ചെറുധാന്യ വിഭവങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയുള്ള സെമിനാർ അവതരിപ്പിച്ചു. തീരസംഗമത്തോടനുബന്ധിച്ച് തിരുവോണം, സമൃദ്ധി, JLGകളുടെ ജൈവ പച്ചക്കറികളുടെ വിപണനവും കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും വിപണനത്തിനായി നാട്ടുചന്തയും ബാലസഭ ഓക്സിലറി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചെറുധാന്യ വിഭവങ്ങളുടെ ഭക്ഷ്യ ഫെസ്റ്റും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച അഴീക്കോട് CDS കുടുംബശ്രീ അംഗങ്ങളുടെ കലാട്രൂപ്പ്, വോയിസ് ഓഫ് ഇവന്റ് അവതരിപ്പിക്കുന്ന സംഗീത ശില്പം, ശ്രീപർവവും, തുടർന്ന് വയോജനങ്ങളുടെയും ബാലസഭ, അയൽക്കൂട്ടം, ഓക്സിലറി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7940, പവന് 63,520 രൂപ, വെള്ളി 105 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാവർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്ന് K. സുധാകരൻ. ഭരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത സർക്കാർ, സമരപ്പന്തൽ പൊളിച്ചത് അംഗീകരിക്കാനാവില്ല, സമരം അവകാശ പോരാട്ടമെന്നും സുധാകരൻ. മീറ്റർ ഇട്ടില്ലെങ്കിൽ ഓട്ടോ യാത്ര സൗജന്യം, പുതിയ തീരുമാനത്തെ എതിർത്ത് ഓട്ടോ ഡ്രൈവർമാർ. MVD സ്റ്റിക്കർ പതിക്കുന്നത് അംഗീകരിക്കില്ല, മാർച്ച് 1 മുതൽ പ്രാബല്യത്തിലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. റെയിൽ ജാഗ്രതാ ബോധവൽക്കരണവുമായി റെയിൽ മൈത്രി. ബോധവൽക്കരണം പ്ലാറ്റ്ഫോമുകളിൽ അപകടം തുടർക്കഥയാവുന്നതിനാൽ ഇനി ജനങ്ങൾ ഉണരണം. ക്ലാസ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസിന്റെ ആഭിമുഖ്യത്തിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.